നെക്സ്റ്റ്, molecularity of a reaction. Molecularity can be defined as the number of molecules or atoms collided simultaneously to bring a reaction. ഒരു റിയാക്ഷൻ നടക്കാൻ വേണ്ടി ഒരേ സമയത്ത് എത്ര മോളിക്യൂൾസ് അല്ലെങ്കിൽ എത്ര ആറ്റംസ് ആണ് കൊളൈഡ് ചെയ്യുന്നത് എങ്കിൽ ആ എണ്ണത്തിനെയാണ് മോളിക്കുലാരിറ്റി എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, 2HI gives H2 plus I2. ഇതാണ് നമ്മളെ ഇക്വേഷൻ. അതായത് 2 ഹൈഡ്രജൻ അയഡൈഡ് മോളിക്യൂൾസ് HI മോളിക്യൂൾസ് കൊളൈഡ് ചെയ്യുന്നു. കൊളൈഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ആദ്യം ജോയിൻ്റായിട്ട് വലിയൊരു ജയൻറ്റ് മോളിക്യൂളായിട്ട് ഒരു കോമ്പോണൻ്റായിട്ട് മാറും. എന്നിട്ട് ഇത് ഒരു H2 ആയിട്ടും ഒരു I2 ആയിട്ടും വേർപിരിയും. ഇപ്പോൾ ഇത് HI ആണ്, ഇതും HI ആണ്. ഇത് 2 HI കൂടിയിട്ട് ഒരു സംഭവമായിട്ട് ഒന്നിച്ചാൽ നിൽക്കുക. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇത് H2 ആണ്, ഇത് I2 ആണ്. ഇങ്ങനെ ഡിസോസിയേറ്റ് ചെയ്യും. അപ്പോൾ ഇങ്ങനെ നടക്കുന്ന ഈ റിയാക്ഷനിൽ സൈമുൾട്ടേനിയസ് ആയിട്ട് ഒരു സമയത്ത് എത്ര കമ്പോണൻസ് ആണ് കൊളൈഡ് ചെയ്തത് നോക്കുക. ആ കൊളൈഡ് ചെയ്ത കമ്പോണൻസിൻ്റെ എണ്ണത്തിനെയാണ് നമ്മൾ മോളിക്കുലാരിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ മോളിക്കുലാരിറ്റി ഈസ് ദ നമ്പർ ഓഫ് മോളിക്യൂൾസ് ഓർ atoms collide simultaneously to bring a reaction. ഇതിന് ഒരു എക്സാമ്പിൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി വേറൊരു എക്സാമ്പിൾ O3 എന്ന് പറയുന്നൊരു കമ്പോണൻറ്റ്. O3 എന്ന് പറയുന്ന കമ്പോണൻറ്റ് O2ഉം Oവുമായിട്ട് കമ്പൈൻ ചെയ്യും. പ്രോഡക്റ്റ് എന്തോ ആയിക്കോട്ടെ, നമ്മുടെ റിയാക്റ്റൻസ് 1 ആണ്, ഒറ്റ മോളിക്ക്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് മോളിക്കുലാരിറ്റി 1 ആണെന്ന് പറയാൻ പറ്റും. അതേപോലെ തന്നെ ഇവിടെ വേറൊരു റിയാക്ഷൻ നമുക്ക് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ 2NO പ്ലസ് O, അതായത് ഇത് കമ്പൈൻ ചെയ്തിട്ട് 2NO2 എന്ന് പറയുന്നൊരു പ്രോഡക്റ്റ് ഉണ്ടാവുക. അപ്പോൾ ഇവിടെ 2 NOയും ഒരു Oയും 2 + 1 = 3. മോളിക്കുലാരിറ്റി എന്ന് പറയുന്നത് ഇവിടെ എത്ര വരിക? 3 ആണ് നമുക്ക് കിട്ടുക. ഇനി നെക്സ്റ്റ് നമ്മൾ ഓർഡറും മോളിക്കുലാരിറ്റിയും പറഞ്ഞു. ഓർഡർ ഓഫ് ദ റിയാക്ഷൻ, മോളിക്കുലാരിറ്റി. വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഓർഡർ ആൻഡ് മോളിക്കുലാരിറ്റി? കൺസിഡർ ആൻ ഹൈപ്പോത്തറ്റിക്കൽ ഇക്വേഷൻ A plus BB gives a product. ഇതായിരുന്നു നമ്മൾ കൺസിഡർ ചെയ്തിരുന്ന ഹൈപ്പോത്തറ്റിക്കൽ ഇക്വേഷൻ. ഈ ഇക്വേഷൻ വെച്ചിട്ട് സ്പീഡ് ഓഫ് ദ റിയാക്ഷൻ റേറ്റ് ഇക്വേഷൻ എഴുതുമ്പോൾ ഇറ്റ് ഈസ് ഈക്വൽ ടു K ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് A ടു ദ പവർ X ആൻഡ് B ടു ദ പവർ Y എന്ന് നമുക്ക് റേറ്റ് ഇക്വേഷൻ കിട്ടിയിരുന്നു. ഇതിൽ നിന്നാണ് നമ്മൾ ഓർഡർ ഫൈൻഡ് ഔട്ട് ചെയ്തത്. ഓർഡർ ഓഫ് ദ റിയാക്ഷൻ എന്താ നമുക്ക് കിട്ടിയത്? ഓർഡർ ഓഫ് ദ റിയാക്ഷൻ ഈസ് ഈക്വൽ ടു X + Y. അതായത് മോളാർ കോൺസെൻട്രേഷൻ ടേംസിൻ്റെ, റിയാക്റ്റൻറ്റിൻ്റെ മോളാർ കോൺസെൻട്രേഷൻ ടേംസിൻ്റെ പവേഴ്സിൻ്റെ സമ്മിനെയാണ് നമ്മൾ ഓർഡർ എന്ന് പറയുന്നത്. ഈ ഓർഡർ എന്ന് പറയുന്ന X ആൻഡ് Y എന്ന് പറയുന്ന വാല്യൂ എപ്പോഴും എക്സ്പെരിമെൻ്റലി ഡിറ്റർമൈൻഡ് ഫാക്ടേഴ്സാണ്. ഇനി നമ്മൾ മോളിക്കുലാരിറ്റി, ഇവിടെ മോളിക്കുലാരിറ്റി എന്ന് പറയുന്നത് എന്താ വരിക? മോളിക്കുലാരിറ്റി എന്ന് പറയുന്നത് ഈ സ്റ്റോഷിയോമെട്രിക് കോയിഫിഷ്യൻ്റ് ആയിട്ടുള്ള ഈ എണ്ണങ്ങൾ മോളിക്കുലാരിറ്റി ഈസ് ഈക്വൽ ടു A + B ആണ് വരിക. മോളിക്കുലാരിറ്റി എന്താ വരിക? A + B എന്നാണ് നമുക്ക് മോളിക്കുലാരിറ്റി കിട്ടുക. ഇതെന്ന് പറഞ്ഞാൽ തിയററ്റിക്കൽ വാല്യൂ ആണ്. എന്നാൽ ഓർഡർ എന്ന് പറയുന്നത് എക്സ്പെരിമെൻ്റലി ഡിറ്റർമൈൻഡ് വാല്യൂ ആണ്. ഇനി നമുക്ക് നെക്സ്റ്റ് ചെയ്യാനുള്ളത് ഡിഫറൻസ് ബിറ്റ്വീൻ ഓർഡർ ആൻഡ് മോളിക്കുലാരിറ്റി. ഇത് എക്സാമിന് എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്. വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഓർഡർ ആൻഡ് മോളിക്കുലാരിറ്റി? അപ്പം നമുക്കറിയാം, ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യം തന്നെ, ഓർഡർ എന്ന് പറയുന്നത് സം ഓഫ് പവേഴ്സ് ഓഫ് കോൺസെൻട്രേഷൻ ടേംസ് ഇൻ റേറ്റ് ഇക്വേഷൻ. റേറ്റ് ഇക്വേഷനിൽ കോൺസെൻട്രേഷൻ ടേംസിൻ്റെ പവേഴ്സിനെയാണ് നമ്മൾ സം എന്ന് പറയുന്നത്. എന്നാൽ മോളിക്കുലാരിറ്റി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ നമ്പർ ഓഫ് മോളിക്യൂൾസ് കൊളൈഡ് സൈമൾട്ടേനിയസ്ലി ടു ബ്രിങ് എ റിയാക്ഷൻ. ഒരു റിയാക്ഷൻ നടക്കാൻ വേണ്ടി ഒരു സമയത്ത് കൊളൈഡ് ചെയ്യുന്ന മോളിക്യൂൾസിൻ്റെ അല്ലെങ്കിൽ ആറ്റങ്ങളുടെ എണ്ണത്തിൻ്റെ സമ്മിനെയാണെന്ന് പറയുന്നത് നമ്മൾ മോളിക്കുലാരിറ്റി എന്ന് പറയുന്നത് ഫസ്റ്റ് ഡിഫറൻസ്. ഇനി സെക്കൻഡ് ഡിഫറൻസിൽ
ഈ എക്സ് പ്ലസ് വൈ എന്ന് പറയുന്ന ഈ സമ്മ് ഓർഡർ എന്ന് പറയുന്നത് എക്സ്പെരിമെൻ്റലി ഡിറ്റർമൈൻഡ് വാല്യൂ ആണ്. എന്നാൽ ഇവിടെ എ പ്ലസ് ബി എന്ന് പറയുന്ന ഈ സമ്മ് ഒരു തിയററ്റിക്കൽ കൺസെപ്റ്റ് മാത്രമാണ്. തിയററ്റിക്കലാണ്, ഇത് എക്സ്പെരിമെൻ്റലി ഡിറ്റർമൈൻഡ് വാല്യൂ ആണ് ഓർഡർ എന്ന് പറയുന്നത്, എക്സ് പ്ലസ് വൈ എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് ഡിഫറൻസ്, ഈ എക്സ് പ്ലസ് വൈ എന്ന് പറയുന്ന ഈ ഓർഡറിൻ്റെ സമ്മ് എന്ന് പറയുന്നത് 0 ആകാം, ഫ്രാക്ഷണൽ ആകാം, ഹോൾ നമ്പർ ആകാം, ഏതുമാകാം. എന്നാൽ എ പ്ലസ് ബി എന്ന് പറയുന്ന ഇതിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 1 2 3 എക്സെട്ര ഹോൾ നമ്പേഴ്സ് മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ. ഇനി നെക്സ്റ്റ് ലാസ്റ്റ് ഡിഫറൻസ്, ദീസ് എക്സ് പ്ലസ് വൈ gives an idea about the reaction mechanism. എങ്ങനെയാണ് ഈ റിയാക്ഷൻ നടക്കുന്നത് എന്നുള്ളതിനെ കുറിച്ചിട്ട് ഇപ്പോൾ 0 ഓർഡർ ആണെന്ന് പറഞ്ഞാൽ അതിൻ്റെ റിയാക്റ്റൻസിൻ്റെ കോൺസെൻട്രേഷൻ ഈ മെക്കാനിസത്തിൽ വലിയ ഒരു പ്രാധാന്യമൊന്നുമില്ല, സ്പീഡിൽ വലിയൊരു ഇമ്പോർട്ടൻസ് ഒന്നും വരുന്നില്ല എന്നർത്ഥം. ഫ്രാക്ഷൻ എന്ന് പറയുമ്പോൾ അതിന് കുറച്ച് ഏതെങ്കിലും ഒരു കമ്പോണൻറ്റിലെ കുറച്ച് ഭാഗങ്ങൾ മാത്രമേ കോൺസെൻട്രേഷൻ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. അല്ലെങ്കിൽ 1 2 എന്നൊക്കെ പറയുമ്പോൾ അതിൽ നിന്ന് നമുക്ക് റിയാക്ഷൻ മെക്കാനിസം ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും. മെക്കാനിസം ഇത് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും. ഇതിൽ എന്ത് ചെയ്യാൻ പറ്റില്ല, മെക്കാനിസത്തെ കുറിച്ചിട്ട് ഒരു ഐഡിയയും നമുക്ക് മോളിക്കുലാരിറ്റി കിട്ടിയാൽ നമുക്ക് കിട്ടില്ല. ഇതാണ് ഡിഫറൻസ് ബിറ്റ്വീൻ ഓർഡർ ആൻഡ് മോളിക്കുലാരിറ്റി. വെരി